ഓസ്ട്രേലിയയിൽ ലക്ഷക്കണക്കിന് മൊബൈൽ ഫോണുകൾ ഒരേ സമയം നിശബ്ദമാകുന്ന ദേശീയ അടിയന്തര മുന്നറിയിപ്പ് പരീക്ഷണം നടക്കാനിരിക്കെ ഒരു വിഭാഗം ആളുകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവുമായി സഹായ സംഘടനകൾ രംഗത്ത്. ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ രഹസ്യമായി ഉപയോഗിക്കുന്ന സേഫ്റ്റി ഫോണുകൾ സംബന്ധിച്ച നിർണായക മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്ന് സ്മിത നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാണാം. ഓസ്ട്രേലിയയിൽ ജൂലൈ 27 രാജ്യവ്യാപക അടിയന്തര മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പരീക്ഷണ സന്ദേശം. ജൂലൈ 27 ഓസ്ട്രേലിയയിലുടനീളം അനുയോജ്യമായ എല്ലാ മൊബൈൽ ഫോണുകളിലും പുതിയ ദേശീയ അടിയന്തര മുന്നറിയിപ്പ് സംവിധാനമായ ഓസ് അലർട്ടിന്റെ രാജ്യവ്യാപക പരീക്ഷണം നടക്കും. ഈ പരീക്ഷണത്തിന്റെ ഭാഗമായി മൊബൈൽ ഫോണുകളിൽ 10 സെക്കൻഡ് ദൈർഘ്യമുള്ള ഉച്ചത്തിലുള്ള സൈറൻ മുഴങ്ങുകയും വൈബ്രേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഫോൺ സൈലന്റ് മോഡിലോ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലോ ആയാലും ഈ മുന്നറിയിപ്പ് ലഭിക്കും. പരീക്ഷണ മുന്നറിയിപ്പ് സ്വീകരിക്കാൻ താൽപര്യമില്ലാത്തവർ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഈ അലർട്ട് ലഭിക്കുന്നത് തങ്ങളെയോ കുടുംബാംഗങ്ങളെയോ അസ്വസ്ഥരാക്കാൻ സാധ്യതയുള്ളവർ പരീക്ഷണ സമയത്തിന് മുമ്പ് ഫോൺ ഓഫ് ചെയ്യുകയോ എയർപ്ലെയിൻ മോഡിലേക്ക് മാറ്റുകയോ ചെയ്യണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലെ പരീക്ഷണ സമയം: വെസ്റ്റേൺ ഓസ്ട്രേലിയ ഉച്ചയ്ക്ക് 12 മണിക്ക്, ദക്ഷിണ ഓസ്ട്രേലിയ, നോർത്തേൺ ടെറിട്ടറി, ബ്രോക്കൺ ഹിൽ ഉച്ചയ്ക്ക് 1:30, ക്വീൻസ്ലാൻഡ്, ന്യൂ സൌത്ത് വെയിൽസ്, ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി, വിക്ടോറിയ, ടാസ്മാനിയ ഉച്ചയ്ക്ക് 2 മണിക്ക്. സർക്കാർ അറിയിച്ചതനുസരിച്ച് ഇത് അടിയന്തര സാഹചര്യം സംബന്ധിച്ച മുന്നറിയിപ്പല്ല. ഒക്ടോബറിൽ ഔദ്യോഗികമായി സേവനം ആരംഭിക്കുന്നതിന് മുമ്പുള്ള രാജ്യവ്യാപക പരീക്ഷണം മാത്രമാണ് ഇത്. അതേസമയം ഗാർഹിക കുടുംബ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി രഹസ്യമായി സൂക്ഷിക്കുന്ന സേഫ്റ്റി ഫോണുകൾ ഉപയോഗിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ബന്ധപ്പെട്ട സഹായ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരം ഫോണുകൾ പരീക്ഷണത്തിന് മുമ്പും പരീക്ഷണ സമയത്തും അതിനുശേഷവും ഓഫ് ചെയ്യുകയോ എയർപ്ലെയിൻ മോഡിൽ സൂക്ഷിക്കുകയോ ചെയ്യണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. അങ്ങനെ ചെയ്യുന്നത് ഫോൺ ഉപയോഗിക്കുന്ന വിവരം പീഡനം നടത്തുന്ന വ്യക്തിക്ക് അറിയപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കാൻ സഹായിക്കും. സഹായം ആവശ്യമുള്ളവർക്ക് 1-800 RESPECT അല്ലെങ്കിൽ ലൈഫ് ലൈൻ സേവനങ്ങളെ സമീപിക്കാമെന്നും അധികൃതർ അറിയിച്ചു. സ്മിത നായർ, 24 ഓസ്ട്രേലിയ.